ഹായ് എവ്രി വൺ, സോഷ്യോ പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് 8ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ ആക്ടിവിറ്റി കാർഡാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആ ആക്ടിവിറ്റി കാർഡ് നമുക്ക് ഒരുപാട് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. ക്വസ്റ്റ്യൻ പേപ്പർ മീൻസ് ഈ ഒരു ആക്ടിവിറ്റി വർക്ക്ഷീറ്റ് എല്ലാ കുട്ടികളുടെ കയ്യിലും കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും വായിച്ച് അല്ലെങ്കിൽ ഓരോ ആക്ടിവിറ്റിയും വായിച്ച് നമ്മളതിൻ്റെ ആൻസർ പറയുന്ന രൂപത്തിലേക്ക് പോകുന്നില്ല. ആൻസേഴ്സ് മാത്രം നമുക്ക് പെട്ടെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ 7 ചാപ്റ്റേഴ്സ് ആണ്. സോഷ്യൽ സയൻസിലാകെ 8ാം ക്ലാസ്സിൽ 14 ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ 14 ചാപ്റ്റേഴ്സിൽ ആദ്യത്തെ 7 ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു 7 ചാപ്റ്റേഴ്സ് എന്നുള്ള ആക്ടിവിറ്റി കാർഡാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഓരോന്നിൻ്റെയും ഓരോ ആക്ടിവിറ്റിയുടെയും ആൻസേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് പരിചയപ്പെട്ട് പോവാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്യുന്നില്ല, ആക്ടിവിറ്റി എന്താണെന്ന് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ള കാര്യം നമ്മൾ ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് വായിക്കുന്നില്ല, കാരണം എല്ലാ കുട്ടികളുടെ കയ്യിലും ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് മാത്രം നമുക്ക് പെട്ടെന്ന് നോക്കി പോവാം. ആൻസേഴ്സ് നിങ്ങൾ ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും. ആ രൂപത്തിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും ആദ്യം ഓരോ ഏജിന്റെ ഫീച്ചേഴ്സ് ആണ്. പാലിയോലിത്തിക് ഏജ്, മിസോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ്, ചാൽക്കോലിത്തിക് ഏജ്, ഓരോന്നിന്റെ ഫീച്ചേഴ്സ് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം, ആൻസർ ഷെയർ ചെയ്യാം. 100 animals live inside the caves, used fire, pictures were drawn inside the cave, cooked food, vessels were woven out of bark fiber, ornaments of ivory, bones, stones, shells were made. Began settled life, domesticated dogs, bow and arrows were used, began exchange system. ഇനി നിയോലിത്തിക് ഏജിലേക്ക് പോകുമ്പോൾ ഇത് എഴുതിയെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് സ്ക്രീൻ പോസ് ചെയ്ത ശേഷം എഴുതിയെടുക്കേണ്ടി വരും. ആ രൂപത്തിലാണ്, കുറച്ച് സ്പീഡിലാണ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, സോ വുഡൻ ഹാൻഡിൽഡ് സ്റ്റോൺ ആക്സസ് ആൻഡ് സിക്കിൾസ്, ക്ലേ പോട്ട്സ്, വുഡൻ പ്ലോഷെയർ ആൻഡ് സ്പെയ്ഡ്, ആൻഡ് ആണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്, ആൻഡ് സ്പെയ്ഡ്, ഹാർപൂൺസ് ആൻഡ് ഫിഷിംഗ് ഹൂക്സ്, റാഫ്റ്റ്സ് വർ യൂസ്ഡ്. ഇതൊക്കെയാണ് പ്രധാന ഫീച്ചേഴ്സ്. ഇനി ചാൽക്കോലിത്തിക് ഏജിലേക്ക് പോകുമ്പോൾ ഒരു പോയിന്റ് ഓൾറെഡി അവിടെ ഉണ്ട്. ബാക്കി urban settlements, huts were built, mud bricks, potter's wheel, etc. ഓക്കെ, അപ്പൊ അത്രയാണത്. ഇനി അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകുമ്പോൾ ചേഞ്ചസ് ചോദിക്കുകയാണ്. ആദ്യകാലത്ത് നിന്ന് പിന്നീട് നിയോലിത്തിക് ഏജ് ആയപ്പോഴേക്കും എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ടൂൾസിന്റെ കാര്യം പറയുകയാണെങ്കിൽ സ്വിച്ച്ഡ് ഫ്രം റഫ് സ്റ്റോൺ ടൂൾസ് ടു സ്മൂത്ത് ഷാർപ്പ് ആൻഡ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ്. റഫായിരുന്ന സ്റ്റോൺ ടൂൾസ് നിന്ന് ഈ പറയുന്ന സ്മൂത്തും ഷാർപ്പും പോളിഷ്ഡുമായിട്ടുള്ള സ്റ്റോൺ ടൂൾസിലേക്ക് മനുഷ്യൻ മാറി. ഓക്യുപ്പേഷൻ പറയുകയാണെങ്കിലോ ഫ്രം ഹണ്ടിങ് ടു കൾട്ടിവേഷൻ, പോട്ടറി മേക്കിംഗ്, ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്, എക്സെട്ര. ആദ്യം ഹണ്ടിങ് ആയിരുന്നു, പിന്നീട് ഈ പറയുന്ന കൾട്ടിവേഷനും പോട്ടറി മേക്കിങ്ങും ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസും, അങ്ങനെ ഒരുപാട് ഓക്യുപ്പേഷനിലേക്ക് മനുഷ്യൻ എത്തി. ഫുഡ് ഗ്യാദറിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് ദേ കളക്റ്റഡ് ഫുഡ്, ലേറ്റർ ദേ പ്രൊഡ്യൂസ്ഡ് ഫുഡ്. ആദ്യം കാട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന പിന്നെ സംഗതികൾ ശേഖരിച്ച് അങ്ങനെ ഭക്ഷണം കഴിച്ചിരുന്ന മനുഷ്യന്മാർ പിന്നീട് എന്തായി, ഭക്ഷണം പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി, അഥവാ അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തു എന്നർത്ഥം. സെറ്റിൽഡ് ലൈഫിനെ പറ്റി പറയുകയാണെങ്കിൽ ദേ ലിവ്ഡ് ഇൻ കേവ്സ് ഏർലിയർ, then started permanent settlement. ആദ്യകാലങ്ങളിൽ ഗുഹകളിൽ താമസിച്ചു, പിന്നീട് എന്തായി, സ്ഥിര താമസം, ഒരിടത്ത് സ്ഥിരമായിട്ട് താമസിക്കാൻ തുടങ്ങി. അനിമൽ ഹസ്ബൻഡറി അഥവാ പിന്നെ മൃഗങ്ങളൊക്കെ ഇണക്കി വളർത്തുന്ന കാര്യം. they started to tame the animals for their food, agriculture, etc. ഭക്ഷണത്തിന് വേണ്ടിയും കൃഷിക്ക് വേണ്ടിയും ഒക്കെ അവർ മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങി. പോട്ടറി, they made pottery using potter's wheel. ഈ ചക്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മൺപാത്രങ്ങൾ ഉണ്ടാക്കാൻ അവൻ പഠിച്ചു, അല്ലെങ്കിൽ ഉണ്ടാക്കി തുടങ്ങി. ഓക്കെ, അപ്പൊ 2 ആക്ടിവിറ്റി കഴിഞ്ഞു. ഇനി അടുത്ത ആക്ടിവിറ്റി ഇവിടെ കാണാം. ഇത് ഓരോ കുട്ടികളും സ്വയം എഴുതേണ്ട കാര്യമാണ്. ചോദ്യം എന്താ, ആർ ദർ എനി ഒബ്ജക്ട്സ് ഇൻ യുവർ ഏരിയ ദാറ്റ് പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ദി പാസ്റ്റ്. പഴയ കാലത്തെ പറ്റി ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന എന്തെങ്കിലും പ്രത്യേക വസ്തുക്കളോ സംഗതികളോ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളോ നിങ്ങളെ പരിസരത്തുണ്ടോ? ക്യാൻ യു സെർച്ച് ആൻഡ് ഗ്യാദർ ഇൻഫർമേഷൻ. അങ്ങനെയുള്ള സ്ഥലങ്ങളെ പറ്റി ഉണ്ടെങ്കിൽ അതിനെ പറ്റി ഇൻഫർമേഷൻ എഴുതാനാണ്, ഷെയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ മസ്റ്റ് റൈറ്റ് ബേസ്ഡ് ഓൺ യുവർ എക്സ്പീരിയൻസ്. നിങ്ങളെ പ്രദേശത്തുള്ള ഓരോ ഇത് എഴുതുന്ന ഓരോ കുട്ടികളുടെയും പ്രദേശത്ത് അങ്ങനത്തെ എന്തെങ്കിലും ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും റൈറ്റിംഗ്സ് അവിടെ എഴുതിയാൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോളം ലീവ് ചെയ്യാം, അഥവാ എഴുതേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി യൂണിറ്റ് 2 ദി റിവർ വാലി സിവിലൈസേഷൻ ആണ്. റിവർ വാലി സിവിലൈസേഷൻ, അതിൽ ഓരോ സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനാണ് ആദ്യത്തെ ആക്ടിവിറ്റി. ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഇവിടെയുണ്ട്. അതേപോലെ നമുക്ക് എത്ര പോയിന്റ് ഇവിടെ ഉണ്ടോ അത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കണം. അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ഒന്ന് സ്ക്രീനിൽ ഷെയർ ചെയ്യാം. Who conducted the excavation at Mohenjo-daro? Answer, R.D. Banerjee. Which was the period of Harappan civilization? Answer, BCE 2700 and BCE 1700.
വാട്ട് കൺട്രി ഈസ് മൊഹൻജദാരോ ഇൻ ടുഡേ? അഥവാ മൊഹൻജദാരോ ഇന്ന് ഏത് രാജ്യത്താണ്? ആൻസർ പാകിസ്ഥാൻ. വിച്ച് were the two parts of ഹാരപ്പൻ സിറ്റീസ്? ഹാരപ്പൻ നഗരങ്ങളുടെ രണ്ട് ഭാഗങ്ങൾ ഏതൊക്കെയായിരുന്നു? സിറ്റാഡൽ ആൻഡ് ലോവർ സിറ്റി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, where did the evidences of rice cultivation come from? അതായത് ഈ ഹാരപ്പൻ സിവിലൈസേഷനിൽ നെല്ല് കൃഷി ചെയ്തതിന്റെ തെളിവുകൾ നമുക്ക് എവിടുന്നാ കിട്ടിയത്? രംഗ്പൂർ ആൻഡ് ലോഥൽ ഇൻ ഗുജറാത്ത്. ഗുജറാത്തിലെ രംഗ്പൂർ ആൻഡ് ലോഥൽ ഈ രണ്ട് സ്ഥലങ്ങളിൽ നിന്നാണ്. ഓക്കെ, ഇനി ഈജിപ്ഷ്യൻ സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. The kings of Egypt were known as, answer, Pharaoh. By what name the practice of preserving the body of the dead prevailed in Egypt was known? ഈജിപ്തിൽ മരണപ്പെട്ട ആൾക്കാരുടെ ബോഡി സൂക്ഷിച്ചു വെക്കുന്ന, ശവശരീരം സൂക്ഷിച്ചു വെക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അങ്ങനെ സൂക്ഷിക്കുന്ന ബോഡി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ, മമ്മി. Where the mummies were buried? ഈ മമ്മികൾ എവിടെ അടക്കം ചെയ്തിരുന്നത്? ഇൻസൈഡ് ദി പിരമിഡ്സ്. By what name was their writing known? ഈജിപ്ഷ്യൻ സിവിലൈസേഷനിൽ ആ കാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന അവരുടെ എഴുത്ത് വിദ്യ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഹൈറോഗ്ലിഫിക്സ്. ഓക്കെ, സോ ആ ഒരു ആക്ടിവിറ്റിയും കഴിഞ്ഞു. ഇനി മെസോപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ അല്ലെ, ഈജിപ്ഷ്യൻ കഴിഞ്ഞു, ഹാരപ്പൻ കഴിഞ്ഞു, ഇനി മെസോപ്പൊട്ടോമിയൻ സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. ഓൺ ദി ബാങ്ക്സ് ഓഫ് വിച്ച് റിവേഴ്സ് ദി മെസോപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ്? ഏത് നദികളുടെ തീരത്താണ് ഈ സിവിലൈസേഷൻ ഉണ്ടായത്? ആൻസർ, റിവേഴ്സ് യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ്. The word Mesopotamia means the land between the rivers. Another question, which were the four different, which were the four ആണ് ഇവിടെ ഒരു F ഉണ്ട്. Okay, which were the four different civilizations emerged and declined in Mesopotamia? മെസോപ്പൊട്ടോമിയയിൽ വളർന്നു വന്ന് പിന്നീട് നശിച്ചു പോയ 4 സിവിലൈസേഷൻസ് ഏതൊക്കെയാണ്? ആൻസർ, സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൽഡിയൻ. ഓക്കെ, അപ്പൊ അതും കഴിഞ്ഞു. ഇനി ചൈനീസ് സിവിലൈസേഷൻ. വാട്ട് ടൈപ്പ് ഓഫ് റൈറ്റിംഗ് ദേ യൂസ്ഡ്? വാട്ട് ടൈപ്പ് ഓഫ് റൈറ്റിംഗ്? ഓക്കെ, വാട്ട് ടൈപ്പ് ഓഫ് റൈറ്റിംഗ് ദേ യൂസ്ഡ്? അവർ ഉപയോഗിച്ചിരുന്ന എഴുത്തുവിദ്യ പിക്ടോഗ്രഫിക് ആണ്, ചിത്രരൂപത്തിലുള്ളതാണ്. ഹൗ മെനി ഡേയ്സ് ഇൻ എ ഇയർ ആർ ദർ ഇൻ ദിയർ കാലണ്ടർ? അവരുടെ കാലണ്ടറിൽ എത്ര ദിവസം ഉണ്ടായിരുന്നത് ഒരു വർഷത്തിൽ? 365.5 days, 365 ദിവസമാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ അതും കഴിഞ്ഞു. ഇനി അടുത്ത ആക്ടിവിറ്റിയാണ്. അടുത്ത ആക്ടിവിറ്റിന്റെ ആൻസർ ഈ ഒരു ബ്രോൺസ് ഏജ് സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ ജനറൽ ആയിട്ടൊന്ന് കൺക്ലൂഡ് ചെയ്ത് എഴുതാൻ വേണ്ടി പറയുകയാണ്, അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഒരു മൂന്ന് ചെറിയ പാരഗ്രാഫ് ആക്കിയിട്ടോ 3 സെന്റൻസ് ആക്കിയിട്ടോ ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ എഴുതാം. All these civilizations flourished in river valleys mainly because of the advantages of such valleys like fertility of the soil, availability of water, possibility of transportation and trade, etc. ഓക്കെ, എല്ലാത്തിൻ്റെയും അർത്ഥം പറഞ്ഞ് പോകുന്നില്ല, ഒരുപാട് വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് സ്ക്രീൻ ഒന്ന് പോസ് ചെയ്ത് എഴുതേണ്ട ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. എനിവേ, wide use of bronze tools was the common feature of all these civilizations. Hence, these civilizations are commonly known as Bronze Age civilization. The use of bronze, agricultural progress, development of trade and craftsmanship, the art of writing, progress in the field of science, etc. were the remarkable common features of this civilization. ഓക്കെ, അപ്പൊ എന്തായി, ആ ഒരു രണ്ടാമത്തെ ചാപ്റ്ററും അവിടെ കഴിഞ്ഞു. ദെൻ യൂണിറ്റ് 3 ഇൻ സെർച്ച് ഓഫ് എർത്ത് സീക്രറ്റ്സ്, ഭൗമരഹസ്യങ്ങൾ തേടി. അപ്പൊ ഇവിടെ ഏറ്റവും ആദ്യം ഇവിടെ നമ്മുടെ ഭൂമിയുടെ ഡിഫറെന്റ് ലെയേഴ്സ് ഉണ്ടല്ലോ, ആ ലെയേഴ്സ് എഴുതാനാണ് ആദ്യത്തേത്. ഒന്ന് മാൻഡിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇവിടെ ക്രസ്റ്റ് ആണ് വരിക കേട്ടോ, ക്രസ്റ്റ്. ആ ക്രസ്റ്റിന്റെ ഫീച്ചേഴ്സ് ഇവിടെ നമുക്ക് എന്തൊക്കെ പറയാം? അപ്രോക്സിമേറ്റ്ലി 40 kilometer thick, 2 parts കോണ്ടിനെന്റൽ ക്രസ്റ്റ് ആൻഡ് ഓഷ്യാനിക് ക്രസ്റ്റ്. ഓക്കെ, ഇനി ഇവിടെ കോറ് വരും, ക്രസ്റ്റ് മാൻഡിൽ കോർ. ഓക്കെ, അവിടെ വേണമെങ്കിൽ ഇന്നർ കോറെന്നും ഔട്ടർ കോറെന്നും അങ്ങനെ എഴുതി കൊടുക്കാം, അതിന്റെ ആവശ്യമില്ല, കോർ എന്ന് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ഇനി ആ കോറിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാ? ഫ്രം 2900 kilometer to 6371 kilometer, 2 parts, outer core and inner core. ഇനി മാൻഡിലിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാ? extends up to 2900 kilometer from the crust, 2 parts, upper mantle and lower mantle. Okay, അടുത്ത ആക്ടിവിറ്റി, ഇവിടെ A to F വരെ കുറച്ച് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇഗ്നിയസ് റോക്ക് ആണോ, സെഡിമെന്ററി റോക്ക് ആണോ, മെറ്റമോർഫിക് റോക്ക് ആണോ എന്ന് നമ്മൾ കണ്ടെത്തി അതിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പൊ ഇഗ്നിയസ് റോക്കിൽ ഇത് ഏതൊക്കെയാണ് വരിക? ഇഗ്നിയസ് റോക്കിൽ സിയും എഫും ആണ് വരിക, ഫോംഡ് ബൈ കൂളിംഗ് ഓഫ് മോൾട്ടൺ റോക്ക് മെറ്റീരിയൽ ആൻഡ് പ്രൈമറി റോക്സ്. ഇനി സെഡിമെന്ററി റോക്കിലാണെങ്കിലോ എയും ഡിയുമാണ്, ഞാൻ വായിക്കുന്നില്ല, എയും ഡിയുമാണ്. മെറ്റമോർഫിക് റോക്കിലാണെങ്കിലോ ബിയും ഇയുമാണ്. ഓക്കെ,
ഇനി യൂസസ് ഓഫ് സോയിൽ, മണ്ണിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ ഉപയോഗങ്ങളുണ്ട് അവിടെ കാണാം. ഫോർ അഗ്രികൾച്ചർ, ഫോർ കൺസ്ട്രക്ഷൻ പർപ്പസസ്, ഫോർ ബിൽഡിംഗ് ഹൗസസ്, ഫോർ മേക്കിംഗ് പോട്ട്സ്, ഫോർ ദി കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്സ്, ഫോർ മെഡിസിനൽ ട്രീറ്റ്മെന്റ്സ് എക്സെട്ര. ഇനി ആക്ടിവിറ്റീസ് ദാറ്റ് കോസ് സോയിൽ ഡിപ്ലീഷൻ, മണ്ണ് മലിനമാകാൻ കാരണമാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെയൊക്കെയാണ് മണ്ണ് നശിച്ചു പോകുന്നത്? ഇവിടെ കാണാം. നോൺ ഡിഗ്രേഡബിൾ മെറ്റീരിയൽസ് ലൈക്ക് പ്ലാസ്റ്റിക് കോസ് സോയിൽ പൊല്യൂഷൻ, overuse of chemical fertilizers that alter the structure of soil, unscientific construction and quarrying, use of agricultural land for non-agricultural purposes, draining wastewater into soil on a large scale, overgrazing. Okay, then അടുത്ത ആക്ടിവിറ്റി സോയിൽ ഡേയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അവിടെ നമുക്ക് ഇവിടെ ഷെയർ ചെയ്യാം. ഓക്കെ, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ട ഒരു ഭാഗമാണ്. സോ എന്നാണ് സോയിൽ ഡേ? 15th December ആണ്. ദി യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ ഒബ്സർവ്സ് ദി 15th of December ആസ് ദി വേൾഡ് സോയിൽ ഡേ. വിതൗട്ട് സോയിൽ there won't be any plants or animals. The case of man is not different. Soil is one of the important factors that makes life on the earth possible. The different ways to protect soil are soil protection നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊരു ക്വസ്റ്റ്യൻ കൂടി അതിൽ ഇൻക്ലൂഡഡ് ആണ്. അതിന്റെ ആൻസർ ആണ് ചെക്ക് ഡിഫോറസ്ട്രേഷൻ, crop rotation, അതേപോലെ ടെറസ് ഫാമിംഗ് along hill slopes, construction of check dams, etc. Okay, then അതോടുകൂടി എന്തായി? ആ ഒരു മൂന്നാമത്തെ ചാപ്റ്ററും കഴിഞ്ഞു. ഇനി നമ്മുടെ നാലാമത്തെ യൂണിറ്റിലേക്ക് പോവാണ്. അവർ ഗവൺമെന്റ്, നമ്മുടെ ഗവൺമെന്റ് എന്നുള്ള ചാപ്റ്റർ ആണ്. ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇവിടെയുള്ള 3 പിക്ചേഴ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് എഴുതാനാണ്. അപ്പൊ ഒന്നാമത്തെ പിക്ചർ ഫിഗർ 1 എന്ന് പറയുന്നത് എന്താ? ഇന്ത്യൻ പാർലമെന്റ് ആണ്, അതായത് നമ്മുടെ ലെജിസ്ലേച്ചർ, സെൻട്രൽ ലെജിസ്ലേച്ചർ. ഓക്കെ, രണ്ടാമത്തെ പിക്ചർ എന്ന് പറയുന്നത് ഏതാ? നമ്മുടെ രാഷ്ട്രപതി ഭവനാണ്, അഥവാ എക്സിക്യൂട്ടീവിനുള്ള എക്സാമ്പിൾ ആണത്. ഓക്കെ, ദെൻ മൂന്നാമത്തെ പിക്ചർ എന്ന് പറയുന്നത് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയാണ്, അത് ജുഡീഷ്യറിക്കുള്ള എക്സാമ്പിൾ ആണ്. ഗവൺമെന്റിന്റെ 3 ഓർഗൻസ് ആണ്, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. അപ്പൊ മൂന്നിനെയും റെപ്രസെന്റ് ചെയ്യുന്ന 3 പിക്ചേഴ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത ആക്ടിവിറ്റി ഓരോന്നിന്റെയും ഫീച്ചേഴ്സ് ആണ്. എന്താണ് ലെജിസ്ലേച്ചർ, എന്താണ് എക്സിക്യൂട്ടീവ്, എന്താണ് ജുഡീഷ്യറി, അതിന്റെ മെയിൻ ഫംഗ്ഷൻ ആണ് ചോദിക്കുന്നത്. ലെജിസ്ലേച്ചർ മേക്സ് ലോ, നിയമങ്ങൾ ഉണ്ടാക്കുന്നു. എക്സിക്യൂട്ടീവ് ഇംപ്ലിമെന്റ്സ് ലോ, നിയമങ്ങൾ നടപ്പിലാക്കുന്നു. ജുഡീഷ്യറി ഇന്റർപ്രറ്റ്സ് ലോ, നിയമങ്ങളെ വ്യാഖ്യാനിക്കുന്നു. ഓക്കെ, അടുത്ത ആക്ടിവിറ്റി ഒരു നിയമമായി മാറുന്നതുമായി ബന്ധപ്പെട്ട ഒരു ബില്ലിന്റെ ഡിഫറെന്റ് പ്രൊസീജിയർ ആണ്. ഒരു ബില്ല് പാസ് ചെയ്ത് പോകുന്ന, പാർലമെന്റിൽ പാസ് ചെയ്ത് പോകുന്ന ഡിഫറെന്റ് പ്രൊസീജിയർ ആണ്. സോ ഫസ്റ്റ് റീഡിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദി ബിൽ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ്. സെക്കൻഡ് റീഡിംഗിൽ എന്താ ചെയ്യുന്നത്? സെക്കൻഡ് റീഡിംഗിൽ ഈച്ച് ആൻഡ് എവറി ആർട്ടിക്കിൾ ഇൻക്ലൂഡഡ് ഇൻ ദി ബിൽ ഈസ് either passed, changed or rejected after discussion. തേർഡ് റീഡിംഗിലോ the bill as a whole is passed or rejected. Okay, then അടുത്ത ആക്ടിവിറ്റി ഇങ്ങനെ ഈ ഫസ്റ്റ് റീഡിങ്ങും സെക്കൻഡ് റീഡിംഗും ഒക്കെ കഴിഞ്ഞ് അവസാനം അതെങ്ങനെ നിയമമായിട്ട് മാറുന്നത്, ഒരു ലോ ആയിട്ട് എങ്ങനെയാണ് മാറുന്നതാണ് ചോദിക്കുന്നത്. അതിനുള്ള ആൻസർ ഇവിടെ ഷെയർ ചെയ്യാം. After passing the bill in the first house, it is sent to the second house along with the certificate of the presiding officer. The bill passes once again through the above mentioned 3 stages in the second house. After bill is passed by both the houses, it is sent to the president for approval. On getting the approval of the president, the bill becomes a law. ഓക്കെ, ഇതൊന്നും ഇപ്പൊ ക്ലാസ് എടുക്കേണ്ട സമയമല്ലല്ലോ, ഓൾറെഡി നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞ സംഗതികളാണ്. അപ്പോൾ അത് ആക്ടിവിറ്റി ആയി നമ്മൾ എഴുതിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പൊ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നില്ല. യൂണിറ്റ് 5ലേക്ക് നമ്മൾ കിടക്കുകയാണ്. ആൻഷ്യന്റ് തമിഴകം. ഓക്കെ, ഒന്നാമത്തെ ആക്ടിവിറ്റി മെഗാലിത്തിക് ഏജുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മെഗാലിത്തിക് പീരീഡുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിന്റെ ആൻസർ okay, the practice of burying the remains of the deceased by placing them in a big urn prevailed in ancient Tamilagam. Such urns were known as urn burials or nannangadis. In some areas, big stones were placed above such urn burials. Locally available stones were used for this. Stone circle, dolmen, schist, rock chamber, topical or tombstone, kodakal or umbrella stone, sarcophagus, menhir, etc. were remarkable among them. They are known as the megalithic monuments. അതായത് ഈ പറയുന്ന സ്റ്റോൺ സർക്കിളും ഡോൾമെൻ, സിസ്റ്റർ, റോക്ക് ചേംബർ എക്സെട്ര were known as megalithic monuments, and the period when they were constructed is known as megalithic period. Okay, അടുത്ത ആക്ടിവിറ്റിയിലേക്ക് കടക്കുന്നു. തിണകളെ പറ്റിയാണ്. 5 തിണൈസ് ഉണ്ടല്ലോ, കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ, ഇങ്ങനെ 5 തിണൈസ്. അതിന്റെ ഓരോന്നിന്റെയും കാര്യങ്ങളാണ്. സോ കുറിഞ്ചി എന്ന് പറയുന്ന റീജിയനിൽ താമസിക്കുന്ന ആൾക്കാരുടെ ഓക്യുപ്പേഷൻ എന്താ? ഹണ്ടിങ് ആണ്.
വേട്ടയാടൽ. മുല്ലൈ എങ്ങനത്തെ ലാൻഡ്സ്കേപ്പാ? ഗ്രാസ് ലാൻഡ് ആണ്. പാലൈ ഒക്യുപ്പേഷൻ എന്താണ്? സ്റ്റീലിംഗ് കാറ്റിൽ, കന്നുകാലികളെ കൊള്ളയടിക്കലാണ്, മോഷ്ടിക്കലാണ്. മരുതം ഒക്യുപ്പേഷൻ എന്താണ്? കൾട്ടിവേഷൻ ആണ്. നെയ്തൽ എങ്ങനത്തെ ലാൻഡ്സ്കേപ്പ് ആണ്? ഫിഷിംഗ്, നെയ്തൽ എന്ന് പറയുന്നത് കോസ്റ്റൽ റീജിയൻ ആണ്, ചെറിയ മിസ്റ്റേക്ക് വന്നു. അവരുടെ ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത് ഫിഷിംഗ് ആൻഡ് സോൾട്ട് പ്രൊഡക്ഷൻ. ഓക്കെ, അവരുടെ ഈ ലാൻഡ്സ്കേപ്പ് ഏതാണ്? കോസ്റ്റൽ റീജിയൻ ആണ്. ഓക്കെ, കോസ്റ്റൽ റീജിയൻ ആണ്. ഓക്കെ, ശരി. അപ്പോൾ നെയ്തൽ ഏതാണ്? കോസ്റ്റൽ റീജിയൻ. ഓക്കെ, തീരപ്രദേശമാണ്. ഇനി അതോടുകൂടി എന്തായി? അതോടുകൂടി ആ ഒരു ചാപ്റ്ററും കഴിഞ്ഞു. നമ്മൾ 6ാമത്തെ യൂണിറ്റിലേക്ക് കിടക്കാണ്, റീഡിംഗ് മാപ്സ്. എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് മാപ്പ് റീഡിംഗ്. ഒരു മാപ്പ് വായിക്കണമെങ്കിൽ, ഒരു മാപ്പ് നമുക്ക് നോക്കി മനസ്സിലാക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്? സ്കെയിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയണം, പിന്നെ ഡയറക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയണം, സൈൻസ് ആൻഡ് സിംബൽസിനെ പറ്റി അറിയണം, കളേഴ്സിനെ പറ്റി അറിയണം, മാപ്പിൽ ഉപയോഗിക്കുന്ന ഓരോ കളറും എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ അറിയണം. അടുത്തൊരു ആക്ടിവിറ്റി, ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള മാപ്പാണ്. ആ മാപ്പിന്റെ അടിസ്ഥാനത്തിൽ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിന്റെ ആൻസേഴ്സ് കണ്ടെത്തുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ സ്കെയിലുകൾ ഏതൊക്കെയാണ് എന്നാണ്. ഓക്കെ, അപ്പോൾ ABC, ഈ A ഏതാണ്, B ഏതാണ്, C ഏതാണ്, അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓരോ സ്കെയിലിന്റെയും പേര് അപ്പൊ ഞാൻ ഇവിടെ ഒരുമിച്ച് കൊടുത്തിട്ടുണ്ട്. A ഏതാ? സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്കെയിൽ ആണ്. B റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ ആണ്. C ലീനിയർ സ്കെയിൽ ആണ്. ഓക്കെ, ഇനി കുറച്ച് സിംബൽസും കളേഴ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ഫീച്ചേഴ്സ് കണ്ടെത്തുക. ഇപ്പൊ ബ്ലൂ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? വാട്ടർ ബോഡീസ്. ഓക്കെ, ഈ കാണുന്ന ചിത്രം എന്താ? അത് ചർച്ചാണ്. ഇനി മോസ്ക് എന്ന് പറയുന്നത് ഇവിടെ ഒരു ചിത്രം നമ്മൾ വരയ്ക്കാനാണ്. അപ്പൊ അത് തൽക്കാലം ഇവിടെ വരയ്ക്കുന്നില്ല. കുട്ടികൾക്ക് എന്ത് ചെയ്യാം? മോസ്കിന്റെ അഥവാ മുസ്ലിം പള്ളിയുടെ ചിത്രം ടെക്സ്റ്റ് നോക്കി ഇവിടെ വരയ്ക്കാം. മിനാരങ്ങൾ ഉണ്ടാവും, അത്രേ, രണ്ട് സൈഡിലും മിനാര ഉണ്ടാവും, പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, ദെൻ പോലീസ് സ്റ്റേഷൻ എങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യാം? PS എന്നായിരിക്കും. ഓക്കെ, അതും ചിത്രമായിട്ട് വരയ്ക്കാനാണ് പറയുന്നത്. PS എന്ന് എഴുതിയൊരു ബോക്സിലാക്കിയാൽ മതി, ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതേപോലെ സെറ്റിൽമെന്റ് റെഡ് കളറിൽ ചെറിയ ചെറിയ ബോക്സസ് ആയിട്ട് ടെക്സ്റ്റ് ബുക്ക് കാണാം, അതെന്ത് ചെയ്യുക? ഇവിടെ വരയ്ക്കാം. ഓക്കെ, സെറ്റിൽമെന്റ്. പിന്നെ ഈ കാണുന്നത് എന്താ? ഈ ഒരു ട്രയാങ്കിൾ എന്താണ്? അത് ട്യൂബ് വെൽ ആണ്, കുഴൽ കിണറാണ്. യെല്ലോ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? അത് ഫാം ലാൻഡ്, കൃഷിസ്ഥലങ്ങളെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഈ ഒരു ചിത്രം എന്താണ്? ചെറിയൊരു സർക്കിൾ ബ്ലൂ, അത് വെൽ അല്ലെ, കിണറാണ്. ഇനി നേരത്തെ പറഞ്ഞ ഈ ഒരു മാപ്പിന്റെ അടിസ്ഥാനത്തിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ഇനിയും ഉള്ളത്. ഇവിടെ കാണാം, ഫൈൻഡ് ഔട്ട് ദി പ്ലേസസ് ഫൗണ്ട് ഇൻ നോർത്ത്, സൗത്ത് ആൻഡ് ഈസ്റ്റ് ഓഫ് കല്ലുപാലം. ഓക്കെ, ഈ പറയുന്ന കല്ലുപാലം എന്ന് പറയുന്ന സ്ഥലം കാണാം, അതായത് കല്ലുപാലം. ഈ കല്ലുപാലത്തിന്റെ ഏതൊക്കെ ഡയറക്ഷൻ ആണ്? കല്ലുപാലത്തിന്റെ നോർത്തും സൗത്തും ഈസ്റ്റും ഒക്കെ ഏതൊക്കെ സ്ഥലങ്ങളാണ് ഉള്ളതെന്നാണ് ചോദിക്കുന്നത്. ഇതാ, കല്ലുപാലത്തിന്റെ നോർത്തില് മുത്തോലപുരമാണ്, സൗത്തില് വലിയപാറയാണ്, ഈസ്റ്റില് മരിയപുരമാണ്, മരിയപുരം. Okay, to which direction of the police station is the post office and mosque seen? പോലീസ് സ്റ്റേഷന്റെ ഏത് ഭാഗത്താണ് പോസ്റ്റ് ഓഫീസും മോസ്കും ഒക്കെ ഉള്ളതെന്ന് ഇവിടെ കാണാം. പോസ്റ്റ് ഓഫീസ് നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിലും മോസ്ക് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലുമാണ്. വീണ്ടും ഞാൻ ആ മാപ്പിലേക്ക് പോകുന്നില്ല, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. To which direction of the മുക്കടവ് ജംഗ്ഷൻ is the police station situated? മുക്കടവ് ജംഗ്ഷന്റെ ഏത് ഡയറക്ഷനിലാണ് പോലീസ് സ്റ്റേഷൻ ഉള്ളത്? സൗത്ത് ഡയറക്ഷനിലാണുള്ളതെന്ന് മാപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അങ്ങനെ നമ്മൾ അവസാനത്തെ 7ാമത്തെ യൂണിറ്റിലേക്ക് കിടക്കുകയാണ്, ഇക്കണോമിക് തോട്ടുമായി ബന്ധപ്പെട്ട യൂണിറ്റ്. അപ്പൊ ഏറ്റവും ആദ്യം ഒരു ഇക്കണോമി ഫേസ് ചെയ്യുന്ന 3 ബേസിക് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ 3 ബേസിക് ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ട ഓരോ പോയിന്റ്സ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പറയാണ്. അപ്പൊ ഏറ്റവും ആദ്യം വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഹൗ മച്ച് ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്ന ഒരു ബേസിക് ക്വസ്റ്റ്യൻ, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എഴുതേണ്ട ഒരു പോയിന്റ് ഇതാ, 1-2 പോയിന്റ്. Food, shelter, clothing, hospitals, schools, etc. should be made available according to the wants of the society. There should exist a balance between the wants of the society and the quantity of a product. Okay. ഇനി how to produce എന്ന് പറയുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എഴുതേണ്ട പോയിന്റ്സ് ആണ്. The services of laborers or machines can be utilized for agriculture or industry, but the method is decided on the basis of available resources in an area. The method of production varies with the availability of resources. എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഫോർ ഹും ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യണം, ഉൽപ്പാദിപ്പിക്കണം, അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന പോയിന്റ്സ് ഇതൊക്കെയാണ്. പ്രൊഡക്ഷൻ ഈസ് അണ്ടർടേക്കൻ ടു സാറ്റിസ്ഫൈ ദി വൺസ് ഓഫ് ദി സൊസൈറ്റി. It is important to prioritize our wants. We must plan production activities in such a way that it benefits the maximum number of individuals in the society. Okay, then അടുത്ത ആക്ടിവിറ്റി, complete the following chart related to the various economic thinkers. ഓരോ economic thinkers ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റി ആണ്. നെയിം ഓഫ് ദി തിങ്കർ, ഇമ്പോർട്ടന്റ് വർക്ക്, ഐഡിയാസ്. അപ്പൊ ആഡം സ്മിത്ത്,
ഫാദർ ഓഫ് എക്കണോമിക്സ് ആണ് ആദം സ്മിത്ത്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് വർക്കാണ് ആൻ എൻക്വയറി ഇൻ ടു ദി നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദി വെൽത്ത് ഓഫ് നേഷൻ. ചുരുക്കി പറയാൻ നമുക്ക് വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് എഴുതിയാലും മതി കേട്ടോ. വെൽത്ത് ഓഫ് നേഷൻസ് ഇതാണ് പുസ്തകത്തിന്റെ പൂർണ്ണ രൂപം, ഇതാണ്. അല്ലെങ്കിൽ വെൽത്ത് ഓഫ് നേഷൻ എന്ന് എഴുതുക, പുസ്തകത്തിന്റെ പേരാണ്. അദ്ദേഹത്തിന്റെ ഐഡിയാസ് എന്തൊക്കെയാ? അദ്ദേഹത്തിന്റെ ഐഡിയാസ് ആണ് ലിമിറ്റഡ് ഗവൺമെന്റ് ഇന്റർവെൻഷൻ, മോർ ഫ്രീഡം ടു ഇൻഡിവിജ്വൽസ്, ലേസസ് ഫെയർ. ഓക്കെ, ഇനി കാൾ മാർക്സിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് വർക്കാണ് ദാസ് ക്യാപിറ്റൽ. അദ്ദേഹത്തിന്റെ ഐഡിയാസ് ആണ് ദി ബേസിസ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ദി മാൻ പവർ ഓഫ് ലേബറേഴ്സ്, ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ്, സർപ്ലസ് വാല്യൂ. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഓരോ കൺസെപ്റ്റുകളാണ്. ചാണക്യ, കൗഡില്യൻ എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് ചാണക്യൻ. അദ്ദേഹത്തിന്റെ വർക്കാണ് അർത്ഥശാസ്ത്ര. പോയിന്റ്സ് എന്തൊക്കെയാ? ലാക്ക് ഓഫ് ഇഫക്റ്റീവ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് ക്യാൻ ബ്രിങ് എ നേഷൻ ടു റൂയിൻ, മസ്റ്റ് ഫോളോ റൈറ്റ് പോളിസീസ് ഫോർ എ നേഷൻസ് പ്രോഗ്രസ്. ഇനി മഹാത്മാഗാന്ധിയുടെ ഇക്കണോമിക് തോട്ട് കൃത്യമായിട്ട് പ്രസ്താവിക്കുന്ന ഒരു ബുക്കാണ് ഹിന്ദ് സ്വരാജ്. അദ്ദേഹത്തിന്റെ ഐഡിയാസ് മോറൽ വാല്യൂസ്, റൂറൽ ഇക്കണോമി, ട്രസ്റ്റിഷിപ്പ് എക്സെട്ര. ഓക്കെ, അപ്പോൾ നമ്മൾ 8ാമത്തെ യൂണിറ്റ് ടുവേർഡ്സ് ദി ഗാംഗറ്റിക് പ്ലെയിൻ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യും. അപ്പോൾ ഏതായാലും ആദ്യത്തെ 7 യൂണിറ്റുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റി കാർഡ് നമ്മൾ ഇവിടെ നോക്കി. എല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. എനിവേ, താങ്ക് യു.